ഹലോ വെൽക്കം ബാക്ക്. ഹാപ്പി മൈൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മൈക്രോ ഹാബിറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മടിയൊക്കെ ഒന്ന് മാറ്റി ലൈഫിനെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്നൊരു ശീലം സ്റ്റാർട്ട് ചെയ്ത് അത് കൺസിസ്റ്റൻ്റായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങളെയാണ് മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. മൈക്രോ ഹാബിറ്റ്സ് വളരെ ഈസിയാണ് സ്റ്റാർട്ട് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ചെയ്യാനായിട്ട്. പിന്നെ ട്രാക്ക് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഈ മൈക്രോ ഹാബിറ്റ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് ഈ വീഡിയോയിൽ ഞാനൊരു 5 മൈക്രോ ഹാബിറ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, മേക്ക് യുവർ ബെഡ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ ബെഡൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പം ഇതിന് ആക്ച്വലി ഒരു 2 മിനിറ്റ് പോലും സമയം എടുക്കത്തില്ല. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ ഒരു ഡേ മുഴുവൻ ഓർഗനൈസ് ആയിട്ടിരിക്കാൻ ഈ ഒരു ഹാബിറ്റ് നമ്മളെ സഹായിക്കും. നമ്പർ 2, ഹൈഡ്രേറ്റ് ആകുക. നമ്മളിൽ മിക്ക ആൾക്കാരും രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ശീലമുള്ളവരായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യമേ മറന്നു പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ജലാംശം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഡെയിലി നമ്മൾ 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. രാവിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു ബോട്ടിലെടുക്കുക, ആ ബോട്ടിലിൽ വെള്ളം ഫില്ല് ചെയ്യുക, തീരുമ്പോൾ വീണ്ടും റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ വെള്ളം ഒരു 2 ലിറ്ററെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നല്ല ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. നമ്പർ 3, മെഡിറ്റേഷൻ. നമ്മളിൽ മിക്ക ആൾക്കാർക്കും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി 1 മിനിറ്റ് സമയം നമ്മൾ ഏതെങ്കിലും ഒരു കാം പ്ലേസിൽ പോയിരുന്നിട്ട് കണ്ണടച്ച് 1 മിനിറ്റ് ഇരിക്കുക. നമ്മുടെ ബ്രീത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ഒരാഴ്ച നമ്മൾ 1 മിനിറ്റ് എടുക്കും, പിന്നെ നമ്മൾ കുറേശ്ശെ സമയം കൂട്ടി വരിക. അങ്ങനെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വളരെ എളുപ്പമായി മാറും. നമ്പർ 4, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇന്നത്തെ ദിവസം തന്നതിൽ ഞാൻ ദൈവത്തോട് ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഒരു 2 കാര്യങ്ങളെങ്കിലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫോണിലൊക്കെ നോട്ട് പാഡ്സ് അവൈലബിൾ ആണ്. അത് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇന്നത്തെ ദിവസം എന്തുകൊണ്ടൊക്കെയാണ് ഗ്രേറ്റ്ഫുൾ ആയതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. നമ്പർ 5, നമുക്ക് റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് മിക്കവരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു ബുക്ക് വായിക്കാൻ തുടങ്ങും. ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ്ലി വായിക്കും. പക്ഷേ പിന്നീട് അത് കഴിഞ്ഞാൽ നമുക്ക് ആ ശീലം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ ഒരു 1-2 പേജ് വായിക്കുക. ഒരു ബുക്കിൻ്റെ 1-2 പേജ് വായിക്കുക. ഇത് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പം ഇങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഒരു ബുക്കിൻ്റെ 1-2 പേജ് ഡെയിലി വായിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബുക്ക് വായിച്ചു തീർക്കാൻ പറ്റുകയും അടുത്ത ബുക്ക് വായിക്കാനുള്ളൊരു പ്രചോദനം നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ മൈക്രോ ഹാബിറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.